ആളുള്ള ഏരിയ ആണ്. ഇത് ഇന്ന് പൊട്ടിയതാവാനാ സാധ്യത. ഹായ് ഫ്രണ്ട്സ്, നമ്മളുള്ളത് എവിടെയാണ്? അരുണാചലിലാണ്. അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതേ സ്ഥലത്ത് തന്നെ നമ്മളെ സാർ ഒക്കെ കൂട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പോകാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു കാട്ടിലേക്ക് പോകണം. ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാമത്തിലേക്ക് പോയി. പക്ഷേ നമ്മൾ ഇന്ന് വണ്ടി കൃഷി സ്ഥലമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഇതന്നെ കാണിച്ചതാ. ഈ ഒരു വഴിയിലൂടെ ഇറങ്ങിയിട്ട് ആ കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, ആ മലയിലേക്ക്. ഉണ്ടോ ആനയുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഉള്ളത് കോട്ടയക്കാരനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സനൽ സാറാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ അരുണാചലിൻ്റെ ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. അരുണാചൽ സ്പാരോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് കാട്ടിലേക്ക് പോയതിന് ശേഷം അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരു ബ്രിഡ്ജൊക്കെ കടന്നു പോകണമെന്നാണ് സാറ് പറഞ്ഞത് അല്ലേ? നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. ഇപ്പൊ തന്നെ മൃഗങ്ങൾ വരൽ തുടങ്ങി. ആയിക്കോട്ടെ, നമുക്ക് മുന്നിൽ ഒരു പൈലറ്റ് എസ്കോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വഴി അവിടെ ഇറങ്ങട്ടെ താഴേക്ക്. ഒന്നെങ്കിലും അങ്ങോട്ട് പോവാ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക. നോ നോ എന്ന് പറഞ്ഞ നോ. അപ്പോൾ നമ്മളെ യാത്ര പല തരത്തിലാണ്. ചിലപ്പോൾ വണ്ടിയിലായിരിക്കും, ചിലപ്പോൾ അതേപോലെ നടന്നിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നടന്നിട്ടാണ് പോകേണ്ടത് അല്ലേ? കുറച്ചൊന്ന് പോകണ്ടേ. അപ്പോൾ ഏകദേശം ടൈം ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടോ സൂര്യനെ ആരാധിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാറ് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ കയറി വരാതിരിക്കാൻ പറ്റും. ചിലപ്പോൾ മിഥുനോ പശുവോ ഒക്കെ കയറി വന്ന് അതിനാണ് ഇങ്ങനത്തെ ഒരു കഴിവ് വെക്കുന്നത്, ഒരു അമ്പ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വളർത്തുന്നതൊക്കെ. അപ്പോൾ മൃഗങ്ങൾ വരുന്നതിന് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ടേക്കുക. അപ്പോൾ ഇതാ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് പഞ്ചായത്ത് മെമ്പറുടെ വീടാണ്. അരുണാചൽ പ്രദേശിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പറുടെ വീടാണ് ഗൈസ് ഈ കാണുന്നത്. സമ്പത്ത് വരുത്തുണ്ടല്ലേ? വീട് വലുത് വെക്കൂലെന്നല്ലേ ഉള്ളൂ. നീ കുറച്ച് വെട്ടിപ്പ് തട്ടിപ്പൊക്കെ നടത്തി ഉണ്ടായിട്ട് വേണം. ഇതേപോലെ കയറിയിട്ട് വേണം ഓരോ പറമ്പിലേക്കും കയറാൻ. ഇതേപോലെ 1 2 പൊട്ടി പോകൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വഴിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയപ്പം ഇവര് കുറച്ചൊക്കെ വികസനം വന്നിട്ടുണ്ട്. അതായത് കുറച്ച് ഇപ്പുറത്ത് നല്ലൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു കോൺക്രീറ്റ് കൊണ്ടുള്ളൊരു വഴിയുണ്ട്. പക്ഷെ അതിലേക്കും നമ്മൾ ഇറങ്ങണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് തന്നെ ഇറങ്ങണം. സ്റ്റെപ്പ് ഉണ്ട്. എവിടെയും കാണാത്തൊരു കാഴ്ചയല്ലേ? ഈ മൃഗങ്ങളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് തോന്നുന്നുണ്ട്. ഇവിടം വരെ വരുള്ളൂ. അടിപൊളി. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് സൈഡിലൊരു അടിപൊളി വീടാട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. അതായത് ഒരു ആ മല ഇങ്ങനെ 2-3 കളറിലായിട്ട് നിൽക്കുന്നുണ്ടോ. കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി കാണാതെ. ഓ, മഴവില്ലല്ലേ? 2-3 മഴവില്ലൊക്കെ ഉണ്ടാവും. ഓ, അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ ഒരു ഇതുണ്ടോ തോല് വലിച്ചിട്ട് അതൊന്ന് കണ്ടു വന്നാലോ. എന്തിനു വേണ്ടിയിട്ട് എന്തോ ഒരു മൃഗത്തിനുണ്ടാക്കാൻ വേണ്ടി ഒന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ട്രൈബൽസിനൊന്നും പോലെയല്ല, വലിയ വീടാട്ടോ. നമ്മളവിടെ സാധാരണ ഒരു വീടിൻ്റെ അത്രയും വലുപ്പമുണ്ട്. ഇങ്ങനെയാണ് വീട് എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു വീടിൻ്റെ സൈഡിൽ ഇവരൊരു ഇത് വെച്ചിട്ടുണ്ട്. തോല് എന്തോ ഒരു മൃഗത്തിൻ്റെ തോല് എന്തോ ഇതിന്റെ തോലാണ് തോന്നുന്നുണ്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ചെറിയ ആടോ അങ്ങനത്തെ എന്തെങ്കിലും മൃഗത്തിൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വലിയൊരു മൃഗത്തിൻ്റെ തോന്നുന്നുണ്ട്. പശുവിൻ്റെയോ പോത്തിൻ്റെയോ എന്തേ ആയിരിക്കും. ഇത് യൂസിങ് ആണെന്ന് അറിയില്ല. ഇതാ അതിങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് കെട്ടി 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 വലിച്ചു വെച്ചേക്ക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. അവിടുന്ന് ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ കുറച്ചുള്ളൂ സ്റ്റെപ്പ്, ആ ഇറക്കം മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മളൊക്കെ മലയിൽ കൂടെ ഒക്കെ പണ്ട് പോയില്ലേനോ, അതേപോലത്തെ അതിനേക്കാളും കുത്തുള്ള വലിയ ഇറക്കം കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് സൈഡിൽ ഫുള്ള് ഒരു ചെറിയ പൂവ്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂവില്ലേ, ആ പൂവ് തന്നെ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഒരു ഇളം നീല, ഒരു ഇളം വയലറ്റ് കളറിൽ. അപ്പോൾ എന്തൊരു പേരുണ്ടല്ലോ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വിളിച്ചിട്ട് ഇതന്നെയാണ് പരിപാടി സ്ഥിരം. ഓക്കെ, കറുപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എത്തിച്ചോളൂ. നടക്കേണ്ട ഒരു അമ്മച്ചി വരുന്നുണ്ട് കേട്ടോ.
ഇവർ എന്തുകൊണ്ടാണ് ഈ തലയിൽ ഇതിട്ട് പോരുന്നതെന്ന് പറയുന്നല്ലോ. അതിന് കാരണം ഇത് തന്നെ കേട്ടോ. ഇതുപോലത്തെ കുത്തായിട്ടുള്ള മലയിലാണല്ലോ ഇവർ ജീവിക്കണേ. അതുകൊണ്ട് തന്നെ അത് കയറാൻ വേണ്ടിയിട്ട് അത് പോണ നോക്കിയാൽ എത്രേ വെയിറ്റ് ഉള്ളവർ, എത്ര ലോഡാണുള്ളത്, നമ്മളെ കൊണ്ട് കഴിയില്ല. കയ്യിലോട്ടോ നമുക്ക് ഇതിങ്ങോട്ട് തിരിച്ചു കയറാൻ ആലോചിച്ചിട്ട് അത് ചിരിച്ചാലും കൂടി വെച്ചു. തലക്ക് ഇങ്ങനെ മാക്സിമം നമ്മള് ലോഡ് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ ക്യാമറന്റെ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെയൊക്കെ ഒഴിവാക്കിയാട്ടാ പോയിട്ട്. കാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. സാറല്ല പോക്കുണ്ടല്ലോ, വഴിയൊക്കെ ഉണ്ട്. പക്ഷെ വഴിക്ക് വീണാലേ നേരെ അടിക്കാൻ പോട്ടോ. ഇത്ര ആഴമുള്ള ഏരിയയാണ്. അയ്യോ ചളി വീട് ചെറിയൊരു ഫാൾട്ട് പറ്റിയാണ് പോരുന്നത്. സംഭവത്തിന് ഷൂ എടുക്കണ്ടായിരുന്നു, പക്ഷെ താഴേക്ക് ഇറങ്ങാന്നുള്ളൊരു ഇതിലായപ്പോൾ ഷൂ എടുക്കാതെ പോന്നു. അപ്പോൾ ഇതുപോലത്തെ വഴി കേട്ടോ. അതൊക്കെ രണ്ടാളും എടുത്തില്ലല്ലേ, ഞാൻ വീണില്ല, പോയി. ഓക്കെ, അപ്പോൾ ക്യാമറയൊക്കെ നോക്കി പോരുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ വേലിയും കാര്യങ്ങളൊക്കെ കെട്ടി അത് അവരുടേതാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഈ ഓരോരുത്തരുടേതായ രീതിയിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയായിട്ടത്. മുകളിലുള്ള ആളുകളൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ട് അവിടേക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഇതാ താഴേക്ക് പോകണം. ഇനിയും ഉണ്ട് കുറച്ചും കൂടി വരാം. നല്ല മഴ പെയ്തുകൊണ്ട് ഇതാ ഇവിടെ വെള്ളമുണ്ട്. ഇവിടെയൊക്കെ ആ ഇത് വന്നിട്ടുണ്ടല്ലോ നിങ്ങളെ മിഥുൻ. അട്ടയുണ്ടാവും, വിളക്കി വെക്കും. നമ്മൾ ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണോ, നല്ല അടിപൊളിയായിട്ട് ചവിട്ടി കയറാൻ പറ്റിയത്. പിന്നെ മുകളിൽ ഇതുപോലെ നിൽക്കാൻ പറ്റിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ 1 2 3 4 5 6 ഇതുപോലത്തെ മരക്കഷ്ണങ്ങൾ വെച്ചിട്ട് നല്ല ഇതേപോലെ കേട്ടോ ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയ ഇത്. അതായത് വെറുതെ ഒരു ഒപ്പിക്കൽ പരിപാടി നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കാട് മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട് 2 വീട് കാണുന്നുണ്ട്. കൃഷിക്കാർക്കുള്ള ഹട്ടായിരിക്കും. ഓ, കൃഷിൻ്റെ സമയത്ത് വിശ്രമിക്കാനാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നടന്ന് ആ കാട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മുകളിൽ നിന്ന്, ആ മലയുടെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓരോ സ്ഥലത്തും ഇങ്ങനെ വെട്ടിത്തെളിച്ച് അവിടെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ എത്തിയിട്ട് അപ്പോൾ ആ ഒരു വീടും അതിൻ്റെ അപ്പുറത്തൊക്കെ ഓറഞ്ച് തോട്ടം ഫുള്ളായിട്ട് ഓറഞ്ച് ചെയ്ത് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു അരുവി അല്ലേ, ഇതുപോലത്തെ ചെറിയൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം പോകുന്നത് താഴെ ഒരു പുഴയുണ്ട്, അതിലേക്കാണ്. അപ്പോൾ ഈ സ്ലിപ്പർ പറഞ്ഞ സാധനം ഇട്ട് പോകുന്ന പിന്നെ സ്ലിപ്പാതെ വെക്കോ, തണുപ്പില്ലാതെ വെക്കോ. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ. വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഇവിടുന്ന് കുടിച്ചാൽ മതി. ഒന്നും ഉണ്ടായിരുന്നു സൈലന്റ്. അടിപൊളി അല്ലേ, ആ ശബ്ദം തന്നെ കേൾക്കാൻ രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കാടിൽ കൂടെ നമ്മൾ പോകുന്നു. കുറേ നടന്നതിന് ശേഷം കേട്ടോ ഇവിടെ എത്തിയത്. വീണ്ടും ഗീറോ അയ്യോ പോകാം. ആമ്പുങ്കായ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. വെള്ളം ചാടണം അല്ലേ? നല്ല വെള്ളം ചാടിച്ചിട്ടുണ്ട് കാടിൻ്റെ ഉള്ളിലെ. സംഭവം കുഴങ്ങി. അപ്പോൾ ഈ ഒരു ചെരുവിലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്തിട്ടോ. നെൽകൃഷി ഉണ്ടല്ലോ അവിടെ നമ്മൾ പോരുന്നത്, അതിൻ്റെ ഈ സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ നേരെ അപ്പുറത്തേക്ക് എത്തണം. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ താഴേക്കെത്തി. ഇവിടെ ഒരു നായ ഉണ്ടല്ലോ. ഹായ് ഹായ് ഹായ്.
പേടിച്ചു പോയി. എന്താണ് പാടെത്തിയോ? എത്തി. ഞാൻ കുറച്ച് ബാക്കിലാട്ടോ വരുന്നത്. ഓ ഇത് അടി. ഇവിടെയൊക്കെ കോൺക്രീറ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അവിടെ. ഹാങ്ങിങ് ആയാലും ഇതാക്ക ഇവർ തന്നെ ഉണ്ടാക്കിയതല്ലേ ഇത്. നമ്മൾ ഈ ഇത് കണ്ടിട്ടേക്കാറ് ഇപ്പോഴത്തെ ബ്രിഡ്ജുകൾ ഉണ്ടാക്കി. ആ ബ്രിഡ്ജ് ഇവർ തന്നെ വള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണ്. കോൺക്രീറ്റ് കൊണ്ട് ഒരു ഇതുണ്ട്, എന്താ ഒരു കവാടം പോലെ. അതിനുശേഷം വള്ളിയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ വള്ളി കേട്ടോ, ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് കെട്ടിയിട്ട് അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ 2 കല്ല് ഉപയോഗിച്ചിട്ട് ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കി. അതായത് മരം കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിൽ കല്ല് നിറച്ചേക്കുക. അതിന്മേക്കാട്ടത് കെട്ടി വെച്ച്. എന്തൊരു കഷ്ടല്ലേ. ഇതാണ് ബ്രിഡ്ജ്, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഓ ഗൈസ്, ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ് തുടക്കത്തിൽ തന്നെ ഒരു പലകല്ല. വ്ളോഗ് ചെയ്ത് പോകാൻ കുറച്ച് പണിയാവുമല്ലോ. ഇത് മരം എടുത്തിട്ട് 2 സൈഡും ചെത്തി ഒരു ചതുരത്തിലാക്കി വെച്ച്. പൊട്ടി തകരോ? ചിലപ്പോ തകർന്നൂടായില്ല. യോ പലക പോയതുണ്ട്. പിടിച്ചു വെക്കോ, സൈഡ് പിടിച്ചു വെക്കോ. നല്ല ആട്ടാട്ടോ, നല്ല ആട്ട. ഇതില് ചെറിയ പലകയൊക്കെ ഉണ്ട്, അതിമ മാത്രം ചോട്ടി കഴിഞ്ഞാൽ താഴേക്ക് പോകട്ടോ. താഴേക്കാണെങ്കിൽ നല്ല ആയമുണ്ട്. ആട്ടം തുടങ്ങി. ആടുണ്ട്. ഇതിലെ താഴേക്ക് പോയാൽ നോക്ക, ഇവിടെ ഇല്ലട്ടോ, ഇവിടെ ഒരു സാധനമല്ല. ഞാൻ വരാം. ഇത് സംഭവമാണല്ലോ. ഒരു മിനിറ്റ് അടക്കി. ഓ ഇവിടുന്നൊക്കെ ഹോളാണല്ലോ. ഇതിന്റെ സൈഡൊക്കെ ഉണ്ടോ ഗൈസ്? ഇതേപോലെ വള്ളി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിണ്ടാക്കിയ കേട്ടോ. ഇതൊന്നും ഇപ്പൊ പൊട്ടിയതാട്ടോ, ഇവിടെ അടുത്ത് ഇന്ന് പൊട്ടിയതേക്കാരെ കണ്ടിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചോട്ടുമ്പോൾ പൊട്ടിയ എന്താവാ? ഇത് കണ്ടോ, ഇത് ഇന്ന് പൊട്ടിയതാവാനാ സാധ്യത. പേടി. ഈ കമ്പിമ്പോ കണക്കാക്കി ചവിട്ടി പോയിക്കോ. ഞാൻ പോണേ പിടിക്കണം, ക്യാമറ പിടിക്കണം. പിന്നെ പോയണ്ടോ എന്താ ഭംഗിയില്ലേ, അടിപൊളിയില്ലേ. തെളിഞ്ഞ വെള്ളം അങ്ങനെ വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലട്ടോ. ഇതാണ് ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തൊരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതൊന്നും ആരും വരാത്ത ഏരിയ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും വേണ്ടി ഇവർ തന്നെ ഉണ്ടാക്കിയ, ഗവൺമെന്റ് ഉണ്ടാക്കിയൊന്നല്ല തോന്നുന്നുണ്ട്. അടിയിട്ട് നിൽക്കുന്നില്ലല്ലേ, അടിക്ക് വീണാ പണിയാവും. ഇതൊക്കെ പൊട്ടി കിടക്കാണ് ഇവിടെ, ഫുള്ള് പൊട്ടി കിടക്കുക. ഇന്നത്തെ പിടിച്ചാ ഇനി പോകണമെങ്കിൽ എനിക്ക് പേടിയാ. ഒറ്റ പണിയുള്ളൂ, ഈ 2 കമ്പി മുറുകെ പിടിക്കുക. ഓ ഇവിടുന്നൊക്കെ അടിയിക്കുമ്പേ പേടിയാട്ടോ, പേടിയാണ്. താഴ്ച കണ്ടോ എത്രത്തോളം. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അവിടുന്ന് കമ്പി പൊട്ടി ചെയ്തിന്. ഈ കമ്പി കേട്ടോ. ഇതില് കമ്പി ഉണ്ട്, അതായത് മുകളിലൊരു കമ്പി ഉണ്ട്, താഴെ ഒരു കമ്പി ഉണ്ട്. അങ്ങനെ 1, 2, 3, 4 കമ്പി ഉണ്ട്. അതിന് ശേഷം ഇവർ ഒരു ദമ്മിന് വേണ്ടിയിട്ട്, അതായത് അഥവാ പൊട്ടിയാലും പൊട്ടി വീഴാതെക്കാൻ വേണ്ടിയിട്ട് സാധാ മുള കൊണ്ടുള്ള വള്ളിയാണ്. പക്ഷേ ഈ വള്ളിയൊക്കെ പൊട്ടുണ്ടല്ലോ, ഇതൊക്കെ കുറേ പഴക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉണ്ടോ ഇത്രേ ഉള്ളൂ. ഈ വള്ളിയൊക്കെ അതൊക്കെ പൊട്ടി പോരുന്നുണ്ട്. ഇത് വലിയ സേഫ് അല്ല, ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണിത്. സെൻട്രലല്ലേ നിൽക്കണേ. ഓരോ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇതൊക്കെ പൊട്ടിട്ട് തൂങ്ങി ഇങ്ങനെ ആടിയിട്ട് മതി ഇല്ലാത്ത തന്നെ എമ്പാടുണ്ട്.
ആ രക്ഷപ്പെട്ടു, ഒരുവിധമൊക്കെ ഉണ്ട് രക്ഷപ്പെട്ടിന്. അയ്യോ നീ വഴി തന്നെ ആണല്ലോ അങ്ങോട്ട് പോകാന്. അത് തന്നെ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ ഇത്ര റിസ്ക് എടുത്ത് ആൾക്കാർ ഇതിൽ കൂടെ പോണേ. ഇത് ഭയങ്കര സംഭവമായിട്ടോ. ഇവർ ഇത് കെട്ടിയിട്ട് അത് താങ്ങി നിർത്താൻ വേണ്ടി നമ്മളവിടെയൊക്കെ ഒരു കോൺക്രീറ്റ് ചെയ്ത് ടൈമൊക്കെ കൊടുക്കല്ലേ പുതിയ മോഡൽ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കിണർ പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കല്ല് നിറച്ച് അതിന്മേലാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് നിൽക്കുന്നത് കേട്ടോ. ഇതൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടൂല, മാസ്റ്റർ പീസ് ബ്ലോഗിൽ തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഏട്ടാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അവിടേക്ക്. നമ്മളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടു, ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു നമ്മൾ നല്ല അടിപൊളി നമുക്ക് ആ വെള്ളത്തിലായിരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ജസ്റ്റ് ഒന്ന് ആ പുഴയിൽ ഇറങ്ങണം, കണ്ടിട്ട് അതിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ടേ കാര്യമുള്ളൂ. അടിപൊളി, അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ നല്ല രസം ഉണ്ടാക്കണം. അവിടെ ഉണ്ടോ, സ്റ്റെപ്പ് ഉണ്ടോ? അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് പോന്നിട്ട് ആ ഒരു വെള്ളത്തേക്കൊന്ന് ഇറങ്ങി നോക്കട്ടോ. തണുപ്പാണോ വഴിയൊന്നും ഇല്ലല്ലേ ഇവിടെ? സ്റ്റെപ്പൊന്നും ഇല്ല കേട്ടോ, സ്റ്റെപ്പില്ല, ആരും ഇറങ്ങലൊന്നുമില്ല ഇവിടെ. പക്ഷെ ഇവർ കൃഷിക്കാരൊക്കെ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അതുണ്ടോ? ഈ കൃഷിക്കാരും ഇറങ്ങലുണ്ടോയെന്ന് അറിയില്ല. അതിലിറങ്ങിയാലോ? അതിലിറങ്ങല്ലേ? അവിടെ നിന്ന് താഴേക്കാണ് ഇറങ്ങേണ്ടത്. വാ, വെള്ളം കണ്ടോ, അടിപൊളിയായിട്ട് ഒഴിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ആയിട്ടുള്ള വാട്ടർ അല്ലേ. ഓക്കെ ഏട്ടൻ, ഇവിടുന്ന് ഇറങ്ങാൻ വഴിയില്ല. പറ്റും, വേണ്ട. ഓ ശ്രദ്ധിച്ചോ, ഇവിടെ ചോട്ടിക്കാം, അവിടെ ചോട്ടിക്കാം. അമോൻ അയ്യോ കല്ലൊക്കെ അവിടെ വരുന്നുണ്ടല്ലോ. ഇവിടുത്തെ കല്ലുണ്ടോ, വീണാലും നല്ലോണം പറ്റും. മൂർച്ചുള്ള ഒരു പീസ് ഇതിപ്പോൾ പൊട്ടാത്ത പീസായിട്ട് എടുക്കണേ കണ്ടോ. എന്താ അങ്ങനെ ചീളായിട്ട് ഒടിഞ്ഞു പോരില്ലേ? നമ്മളാ അടിപൊളി പോയാലെത്തി. ആ ബ്രിഡ്ജ് ഉണ്ടോ, നമ്മളെ പോകുന്ന ബ്രിഡ്ജാട്ടോ കാണുന്നത്, അതാണ് കേട്ടോ. എന്താ സ്ഥലല്ലേ, കുളിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ നല്ല കിളിയർ വേണ്ട കേട്ടോ. നോക്കാം എന്താ രസം. ഇതെന്താ ഇങ്ങനെ? ഇത് മണ്ണ് പോലെ ചീടി പോലെ ആയിട്ട് നിൽക്കണേ. ഉറപ്പില്ലല്ലേ? പാറയായിരിക്കും, പാറയൊന്നല്ല. നമുക്ക് വീണാതൊക്കെ ഇതായി പോവും, ചതുങ്ങി പോവും. ഇതുണ്ടോ, ബ്ലേഡ് വെച്ചാൽ അതിലുണ്ടോ? ഉണ്ടോ? ഇവിടെ ഒരു നാരങ്ങ, ഇവിടെ ചെറുനാരങ്ങ പൊലിച്ചു വന്നാ, പൊട്ടിച്ചു വയ്ക്കാം, എന്തൊരു സ്മെല്ല്, പൊട്ടിച്ചു വയ്ക്കാം. അരുവി ഓ നല്ല തണുപ്പാ ഗൈസ്, ഭയങ്കര തണുപ്പ്. അപ്പോൾ സൂപ്പർ സ്ഥലാട്ടോ. അവിടെ കുയ്യല്ലേ കണ്ടോ? അയ്യേ പൊളി. നമ്മളെ ഡ്രസ്സിലൊക്കെ ചളിയായി, ഒന്ന് കഴിക്കട്ടെ. ചെറുനാരങ്ങ പണ്ടാരോ പറഞ്ഞ പോലെ അത് കുടിക്കാൻ പറ്റിയ വെള്ളമാണോന്ന് അറിയില്ല കേട്ടോ. ഇതിന്റെ തോലിന്റെ കട്ടിയുണ്ടോ? ചെറുനാരങ്ങ അല്ലേ, മറ്റേ നാരങ്ങ ചെറുതാ, വലുതാത്തതാ. മോഹൻലാലൊക്കെ ഉണ്ടാവും തിന്ന. ആരും ഇല്ല കേട്ടോ ഇവിടെ, അങ്ങോട്ട് മാത്രം. ഇതിലെ പോവാ. മീൻ ഉണ്ടാവില്ല ഇതില്? ഇപ്പൊ ഇല്ല, നല്ല ആഴമുണ്ട്. ഇവിടെ നല്ല ആഴമുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വെള്ളക്കല്ല്. ഭയങ്കര ഇതുണ്ടോ, ഈ ഒരു പടി കുത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് തട്ടിയാൽ അങ്ങോട്ട് പോകട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളത്തിൽ നല്ല ആഴമുള്ള ഏരിയയാണിത്. പക്ഷെ നമ്മൾ കണ്ടത് ഒരു മീന് പോലും കാണാനില്ലല്ലേ ഇതില്. ഇനി ഈ ടൈം ആയിട്ടാണോന്ന് അറിയില്ല. എന്തായാലും കഴിച്ച് നമ്മൾ ഈ ഒരു ഏതൊരു കാട്ടല്ല, എന്താണ് പറഞ്ഞു കാട്ടിന്റെ പേരെന്താണ്? മിലാങ്ങിന്റെ കാട്ടിൽ. നമ്മുടെ സ്കൂളുള്ളത് ആ ഭാഗത്ത്, മിലാങ്ങുള്ളത് ഈ ഭാഗത്ത്, അതിന്റെ സെന്ററിലുള്ള കാട് അല്ലേ? ഇത് പദാം എന്നാണ് ഈ ഏരിയക്ക് മൊത്തം. പദാം ഏരിയ എന്ന് പറയുന്നത്.
ഓക്കെ ഗൈസ്, നമ്മളിനി തിരിച്ചു പോകാൻ പോവാണ്. കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പോലെ അടിപൊളി. അപ്പോൾ നമ്മളിതാ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറിയിട്ട് ഇപ്പുറത്ത് എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. ഓ അപ്പം എന്തേ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിട്ടോ, എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ ഓരോരുത്തർ? അവിടെ വീണോ? വള്ളി പിടിച്ചതാ, വള്ളി ചതിച്ചു, വള്ളി പൊട്ടി. പാമ്പും എല്ലാം ഉണ്ടാവും ടെറിൽ കൂടെ. ഒരു തേനീച്ചനോടൊരു കുത്തും കിട്ടി. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇതിലൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. പക്ഷേ ഈ ഭാഗത്തേക്കൊന്നുമില്ല. ബെൽറ്റ് പൊട്ടേ നിങ്ങൾക്കിന്ന് ഫുള്ള് പൊട്ടലാണല്ലോ. നേരത്തെ ചെരുപ്പ് പൊട്ടി, ഇപ്പം ബെൽറ്റ് പൊട്ടി, ബെൽറ്റും പൊട്ടി. നമ്മൾ നേരെ അക്കരക്ക് പോവാണ്. ഇതേ ബ്രിഡ്ജിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ആ സിമ്പിളായിട്ടത് വരുന്നത്. ഹായ് ഹായ് ഒന്നുമില്ല കേട്ടോ. അയ്യോ, ജീവൻ തന്നെ തിരിച്ചു കിട്ടിയ വല്ല കിട്ടല്. സൂപ്പറായിരുന്നു. കുറച്ചേരം ഇരിക്കണം. അടിക്ക് നോക്കിയിട്ട് ഒരു ചെറിയ തലമിന്നൽ. അങ്ങനെയുള്ള റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതാ പോകണം. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മഴ പെയ്തുകൊണ്ട് നിൽക്കണം. വേഗം പോകണം. പെട്ടെന്ന് ഓടിക്കോ. നമ്മൾ ഡ്രസ്സ് നമ്മൾ അങ്ങോട്ട് പോട്ടെ. അവിടെ ഒരു ഓറഞ്ച് മരം ഉണ്ട്. മഴ പെയ്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പോയോക്കാം. ഓ ഇത് നാരങ്ങ സാധാ ഓറഞ്ചാ. നല്ലൊരു ഓറഞ്ച് തോട്ടത്തിൽ. കണ്ടോ നമ്മളവിടെ മാങ്ങ പൊറുക്കട് മാതിരി പൊറുക്കട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റല്ലോ, തിന്നാൻ പറ്റില്ല. ഉടമസ്ഥ ഉണ്ടെങ്കിൽ തിന്നേന്. ഉടമസ്ഥനില്ലാത്ത സാധനം അവിടുന്ന് ഇങ്ങനെ കണ്ടത് ഭയങ്കര രസം. ഈ ഒരു ഇവരുടെ കൃഷിക്കാർക്ക് ഉള്ള അവരുടെ സ്ഥലം അത്. കൃഷി നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. എത്ര നാരങ്ങ അവിടെ ഉള്ളത് കേട് വന്ന് പോണതാ. ഓണർ ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നില്ലേ? എല്ലാം കേട്. കണ്ടോ കണ്ടോ? ഇതെന്താ? കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേമാതിരി നമ്മളൊരു കാട്ടിലാണ് ഇപ്പോൾ ഈ കാണുന്നത് അല്ലേ? ഇവരെ കൃഷി സ്ഥലത്ത് വെറുതെ രണ്ടെണ്ണം. നമ്മളെ മുറ്റത്തൊക്കെ മാങ്ങ ഉണ്ടാവില്ല. പ്ലാവും ചക്ക പിന്നെ മാങ്ങയൊക്കെ
കുഴിച്ചിടും പോലെ അല്ലേ. ഇതാണ് ഇതൊക്കെ ഇവിടെ വെക്കാല സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നട്ടൊരു അൽഫാമൊക്കെ ഉണ്ടാക്കിയാലോ. പൊളിക്കും. ആളെവിടെ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, അത് തരുന്നില്ല ഉറപ്പാ, പക്ഷേ ചോദിക്കാതെ. അപ്പോൾ നമ്മളിതാ ഇവിടെ മഴ കൊള്ളാതിരിക്കാൻ ഇവിടെ കയറിയിരിക്കുകയാണ്. നെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. നെല്ലുണ്ട്, ചായപാത്രങ്ങളുണ്ട്, കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പട്ടാള കോട്ടാണല്ലോ. അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാണ്. ഉള്ളി ചീഞ്ഞു പോയി. ഇത് ഇവർക്ക് വേണ്ടത് നല്ല നല്ല സമയത്തല്ല, കറക്റ്റ് ടൈമാ. കുറച്ചാണ് വിറ്റാ മതി. 3 ഇതാണ്ടോ എത്രയേ ഉള്ളത്. ഇതെന്താ ഇങ്ങനെയെന്നാ, നിങ്ങൾക്ക് നല്ല അടിപൊളി നാരങ്ങ ഇവിടെ. പിന്നെ ഇത് 3 കേട്ടോ ഇവിടെ ഉള്ളത്. 3 കുളിക്കാൻ പോകും കേട്ടോ. അതിന് മാത്രം പോത്തെടുക്കുക വേണ്ട. നമ്മൾ പോവാ, അങ്ങോട്ട് തന്നെ പോവാം. പോലെ മാഷ ഇതിലേ കയറാം. ആ നിങ്ങളിവിടെ എത്തിയപ്പോൾ പോകാനായോ? ഇതിലേ കയറാം. ഇതിലെ ഒരു വയ്യൊക്കെ ഉണ്ടാക്കി. ഇവിടെ വെള്ളം വന്ന് നിൽക്കണുണ്ടോ ഇത് ഒന്നിൻ്റെ മുകളിൽ? വേണ്ട വേണ്ട പോരി. നിങ്ങൾ അറിയുന്ന ആളാണോ? അല്ലല്ലോ. ആ എന്നാ പോയി. ഉണ്ടോ മഴവില്ലതാ കറക്റ്റായിട്ട് നമ്മളെ ക്യാമറയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഉണ്ടോ, അതാ വയലറ്റ് എല്ലാ കളറും ഉണ്ടല്ലേ. അടിപൊളിയല്ലേ, സൂപ്പർ വ്യൂ. എന്താ വ്യൂ. ഇവിടെ ഒരു ഓറഞ്ച് മരം, അവിടെ ഒരു വീട്, 3 ഓറഞ്ച് മരം, 4 ഓറഞ്ച് മരം അല്ലേ ഈ വീടിന്റെ ചുറ്റും പോലെ ഉണ്ടാവും. അപ്പൊ പൊളിച്ചടക്കി നല്ല ചെറിയൊരു മരം കണ്ടോ, ഓറഞ്ച് മരം. ചെറുതാകുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ. അത് അവിടെ ഒന്ന് ചെറുത് നമ്മളവിടെ കാണാം. ഇപ്പൊ ചെറുതൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുമ്പോ ഉണ്ടാവും. ഇതൊക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വരണം. വീട്ടിൽ നോക്കി നടക്കൂട്ടോ. ഒന്നോളി കണ്ടോളി പോയിക്കോളി. അപ്പോൾ നമ്മൾ ആ റൂട്ടിലായിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റൂട്ടിലൂടെ കയറിയിട്ടോ. അപ്പം കണ്ട വേറൊരു കാഴ്ച, ഓറഞ്ച് അല്ല മൊസംബി. മൊസംബി എന്നാണോ അറിയില്ല. ഇത് നമ്മൾ അപ്പുറത്ത് പോയപ്പോൾ ഈ വേലിൻ്റെ അപ്പുറത്ത് നിറച്ച് വീണെടുക്കുന്നുണ്ട് കേട്ടോ. ഓ അതിൻ്റെ ഇല കുറച്ചുകൂടി ഡാർക്കാണല്ലേ. യെസ്. ഓ ഇതിങ്ങനെയൊക്കെ വീടെടുക്കാനുണ്ടോ? അതിൻ്റെ ഇല നോക്കിയാ സമയമുണ്ടോ? അത് കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. പിന്നെ ഇവിടെ ചവിട്ടി അവിടേക്ക് ഇറങ്ങാൻ ചാടിക്കോ. യെസ്. ഹലോ എത്രയല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പൊളി എത്തിയിട്ട് ഇവിടെ ഇത് കണ്ടോ എത്ര വീണെടുക്കണേ. തോക്കുണ്ടാവില്ല, വെടിവെക്കും. നല്ല മണം. ഇതത്തെ വെടിയൊക്കെ കെണിക്കച്ചത് കക്കാൻ വന്നാ വിചാരിച്ചോട്ടെ. ഇത് കാട്ടേണ്ടി അറിയില്ല. യെസ് ഇതാ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഇതാട്ടോ മൊസംബിയുടെ തോട്ടമല്ല, വെറുതെ മുളച്ചുണ്ടായതാ തോന്നുന്നുണ്ട്. ഏതായാലും ഇവിടെ ഫുള്ള് വെറുതെ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. ഇതൊക്കെ ചീഞ്ഞ് പോകണതാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഈ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നിന്നാണ് ഇറങ്ങി വന്ന് അവിടെ കണ്ടോ നാരങ്ങയുടെ മരം കണ്ടോ, അവിടെയൊക്കെ നാരങ്ങ മരമുണ്ട്. പിന്നെ നേരത്തെ ചെറുനാരങ്ങയുടെ മരം കണ്ടില്ലേ, ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് തന്നെ നമ്മൾ ഈ ഒരു ഇത് കയറിയിട്ട് പറയാം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെല്ലാം പോയി വീണ് ആൾക്കാർ വിചാരിച്ചില്ലേ. ഇറങ്ങിയ ആ ഒരു വഴിയിലല്ല നമ്മൾ കയറുന്നത്. ഇതില്ലട്ടോ കയറാനായിട്ട്. കയറാൻ ഗിയർ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ട് അതാ അവിടെയൊക്കെ മൊസംബി. അതിൻ്റെ ചോട്ട് കൂടെ നമ്മൾ പോകുന്നത് നമ്മൾ കണ്ടില്ല. നമ്മൾ നാട്ടിൽ മാവൊക്കെ ഉണ്ടാവില്ലേ, അത്രേ ഉള്ളൂ. അതേപോലെ ഓ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്കൂ, കിട്ടില്ലല്ലേ. അങ്ങനെ നമ്മൾ കയറി മുകളിലെത്തിയിട്ടോ. കുറച്ചുകൂടി കയറാണ്ട് ബാവും നമ്മളെ സാറും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ കാണാം കേട്ടോ. വീടൊക്കെ ഉണ്ട് ഇവിടെ. ഇത്രയും മുകളിലാണ് പിന്നെ ഒരു വീട് കാണുന്നത്. ആ താഴെ ഭാഗമൊക്കെ ഇവരുടെ കൃഷിയിടങ്ങളാട്ടോ. അപ്പോൾ മടി കുത്തി വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തും. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ചെറുനാരങ്ങയുടെ ഒരു വലിയ ടൈപ്പ്. ഓ അതാട്ട് ഈ സാധനം. ഇതാണത്. എത്ര വലിപ്പം അറിയാം. ആ ചെറുനാരങ്ങയുടെ ഉപയോഗമുള്ള നീര്, ആ ലെമണിന് പകരം ഉപയോഗിക്കണേ ഈ മില്ല്. അപ്പോൾ ഇവിടെ ഒരു മോട്ടർ.
നമ്മുടെ ഒരു പട്ടിക്കുട്ടിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്താ ഇവിടുത്തെ പേരെന്താ? ഓ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. സാറിപ്പം മുന്നിലാണ് കൊയ്യോ. അപ്പോൾ നമ്മളിതാ റോഡ് ധാറൊക്കെ ചെയ്ത റോഡിലെത്തിട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു? ഗ്രാമവും അതുപോലെ തന്നെ ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളെ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണേക്കാളും നമുക്ക് താല്പര്യം ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പോകാനല്ലേ? അതെ, അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇനി കൂടുതലായിട്ടൊന്നും പറയില്ല. നാളെ നമ്മൾ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടാക്കുക, അതുമായിട്ട് വീണ്ടും വരും. അപ്പോൾ